കൊല്ലത്തേക്ക് കൂടി പോയാൽ രാജ്കുമാർ ചേരുന്നുണ്ട്. രാജ്കുമാർ, കഴിഞ്ഞ ദിവസങ്ങളിൽ കനത്ത മഴ, വെള്ളക്കെട്ട് ഉൾപ്പെടെ അനുഭവപ്പെട്ടിരുന്നു ജില്ലയിൽ. ഇന്ന് എങ്ങനെയാണ് കാലാവസ്ഥ? മഴ മാറി നിൽക്കുകയാണോ? നഗര ഗ്രാമ മേഖലകളിൽ ഒരേപോലെയാണ്. ഇപ്പോൾ മഴയ്ക്ക് ശമനമുണ്ട്. അതേസമയം മൂടിക്കെട്ടിയ ഒരു അന്തരീക്ഷമുണ്ടെന്ന് ഉച്ചയ്ക്ക് ശേഷം കനത്ത മഴയ്ക്കുള്ള ഒരു സാധ്യതയുണ്ട്. ഇപ്പോൾ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൽ നിന്നുള്ള മുന്നറിയിപ്പിൽ അതുകൂടി. പക്ഷെ ഏത് അലർട്ടാണെന്ന് നമുക്ക് അറിയില്ലെങ്കിൽ പോലും നമുക്ക് അന്തരീക്ഷം നോക്കുമ്പോൾ തന്നെ മേഘാവൃതമാണ്. അത് ഉച്ചയ്ക്ക് ശേഷം മഴയായി താഴ്ന്നിറങ്ങാനുള്ള സാധ്യതയുണ്ട്. എന്തായാലും ഇപ്പോ ഈ കഴിഞ്ഞ ഒരു 30 മണിക്കൂർ, 32 മണിക്കൂർ തുടരെ പെയ്ത ആ മഴയിൽ 9 ദുരിതാശ്വാസ ക്യാമ്പുകൾ കൊല്ലം ജില്ലയിൽ പ്രവർത്തിച്ചു. അത് കൊല്ലം താലൂക്കിലും കരുനാഗപ്പള്ളി താലൂക്കിലും 1, കൊല്ലം താലൂക്കിൽ 8 ക്യാമ്പുകളാണ് ഉണ്ടായത്. 290ഓളം കുടുംബങ്ങൾ ആണ് ഉണ്ടായിരുന്നത്. ഇതിലേതാണ്ട് 900ഓളം അംഗങ്ങൾ ഇത്രയും ക്യാമ്പുകളിൽ ഉണ്ടായിരുന്നു. അതിലിപ്പോൾ ഒരു പാതിയിൽ കൂടുതൽ ആളുകൾ വീടുകളിലേക്ക് മടങ്ങി. വെള്ളം കയറിയ സ്ഥലങ്ങളിലും മൊത്തം വെള്ളം താഴ്ന്നതിനെ തുടർന്ന് അവരെല്ലാം വീടുകളിലേക്ക് മടങ്ങുന്നു. ശുചീകരണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. അവിടെ തദ്ദേശ സ്ഥാപനങ്ങളുടെയും ആരോഗ്യവകുപ്പിന്റെ നേതൃത്വത്തിൽ സാംക്രമിക രോഗങ്ങൾ പടരാതിരിക്കാനുള്ള നടപടികൾ, മുന്നൊരുക്കങ്ങളൊക്കെ ആരംഭിച്ചു കഴിഞ്ഞു. ഇനി വെള്ളം ഒഴുകിപ്പോകുന്ന സ്ഥലങ്ങളിലെ ചാലുകളെല്ലാം വൃത്തിയാക്കുകയും ആ ചാലുകൾ ഇതിൽ കൂടെയൊക്കെയാണ് വെള്ളം വന്ന് നിറയാനുള്ള സാധ്യത, അത് മനസ്സിലാക്കി അത്തരം സ്ഥലങ്ങളിൽ ഓടകളൊക്കെ തുറക്കുകയും പല സ്ഥലത്തും സ്ലാബുകൾ മാറ്റുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ആ ഒരു അടിസ്ഥാനത്തിൽ വെള്ളം താഴ്ന്നു. അതേസമയം ദേശീയപാതയിൽ ഇന്നലെ ചാത്തന്നൂരിലും കല്ലുവാതക്കലിലും ഒക്കെ കിലോമീറ്ററോളം വാഹന ഗതാഗത കുരുക്ക് നേരിട്ടു. അവിടെ കാറ് പോലും വെള്ളത്തിൽ മുങ്ങുന്ന സ്ഥിതിയിലേക്ക് ദേശീയപാതയിൽ നിർമ്മാണം നടക്കുന്ന സ്ഥലങ്ങളിൽ വെള്ളം ഉയരുകയും വെള്ളക്കെട്ട് രൂപപ്പെടുകയും ചെയ്തിരുന്നു. അതിപ്പോൾ താഴ്ന്നിട്ടുണ്ട്. അതെല്ലാം അടിയന്തരമായി തന്നെ ക്വിക്ക് റെസ്പോൺസ് ടീം, ജില്ലാ കളക്ടറിന്റെ ദുരന്ത നിവാരണ ഡിസാസ്റ്റർ മാനേജ്മെന്റ് കീഴിൽ പ്രവർത്തിക്കുന്ന ക്വിക്ക് റെസ്പോൺസ് ടീം അവിടെ എത്തിച്ചേരുകയും ഈ ദേശീയപാത അതോറിറ്റിയുടെ ഉദ്യോഗസ്ഥരുമായി ചർച്ച ചെയ്ത് കരാറുകാരെ കൂടി ഉൾപ്പെടുത്തി ആ വെള്ളം മുഴുവനും അവിടെ നിന്ന് മാറ്റുന്നതിന് വേണ്ടി പമ്പ് ചെയ്യുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചിരുന്നു. കല്ലുവാതക്കൽ അത് ഇപ്പോഴും തുടരുന്നുണ്ട്. ചില സ്ഥലങ്ങളിൽ ചെളിയുണ്ട്. ഇരുചക്ര വാഹനങ്ങൾ പോകുമ്പോൾ തെന്നി വിടാനുള്ള ഒരു സാധ്യതയുള്ളതുകൊണ്ട് അവിടെ മുന്നറിയിപ്പ് ബോർഡുകളൊക്കെ സ്ഥാപിച്ചിട്ടുണ്ട്. അവിടെ സ്ഥലത്ത് ഇപ്പോൾ നിരീക്ഷണം ഉണ്ട്. അതേസമയം ഒരാൾ തൃക്കോവിൽവട്ടം സ്വദേശിയായിട്ടുള്ള മുഹമ്മദ് നൂഹ് എന്ന് പറയുന്ന ഒരു മധ്യവയസ്കൻ ഇന്നലെ മീൻ പിടിക്കുന്നതിനിടയിൽ തോടിൽ ഒഴുക്കിൽപ്പെട്ടു. ഇതുവരെ രക്ഷാപ്രവർത്തനം ഇന്നലെ രാത്രി വരെ തുടർന്ന് ഇന്ന് രാവിലെയും ഇപ്പോഴും തെരച്ചിൽ നടക്കുന്നുണ്ടെങ്കിലും ഇതുവരെ രക്ഷാപ്രവർത്തനം എങ്ങും എത്തിയിട്ടില്ല. ഈ മുഹമ്മദ് നൂഹിനെ കണ്ടെത്താനായിട്ടില്ല. അതിപ്പോഴും തുടരുകയാണ്. ഉച്ചയ്ക്ക് ശേഷം കനത്ത മഴ ഉണ്ടാകുമെന്ന നിലയ്ക്ക് ഏതെങ്കിലും അറിയിപ്പുകൾ ഇപ്പോൾ ജില്ലയിൽ നിലനിൽക്കുന്നുണ്ടോ രാജ്കുമാർ? ഈ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ തുടർന്നിരുന്നവർ ഏറെ പേരും വീടുകളിലേക്ക് മടങ്ങിയെന്നത് ആശ്വാസകരമായ വാർത്തയാണ്. ഏതൊക്കെ മേഖലകളിലാണ് ഇപ്പോൾ ജാഗ്രതാ നിർദ്ദേശം പ്രത്യേകമായി പങ്കുവയ്ക്കാനുള്ളത്? ഞാൻ സൂചിപ്പിച്ച 32 മണിക്കൂർ നീണ്ട മഴ എന്ന് പറയുന്നത് കൊല്ലം താലൂക്കിലും കരുനാഗപ്പള്ളി താലൂക്കിലാണ് ഏറ്റവും കൂടുതൽ മഴ ലഭിച്ചത്. അതിൽ കരുനാഗപ്പള്ളി താലൂക്കിൽ ഉൾപ്പെട്ട ചവറയിലാണ് കൂടുതൽ മഴ കൊല്ലം ജില്ലയിൽ രേഖപ്പെടുത്തിയത്. അതുകൊണ്ട് തന്നെ ഈ മേഖലയിൽ ഈ മഴ തീരപ്രദേശവുമായി അടുത്ത് കിടക്കുന്ന സ്ഥലങ്ങളാണ് കരുനാഗപ്പള്ളി, കൊല്ലം നിയോജക മണ്ഡലങ്ങൾ. അതുകൊണ്ട് ഈ കൂടുതൽ ഈ രണ്ടും നിയോജക മണ്ഡലങ്ങളെ അല്ലെങ്കിൽ താലൂക്കിനെ ബാധിക്കാനാണ് സാധ്യത. അതുകൊണ്ട് തന്നെ ഈ ഭാഗങ്ങളിൽ നിരീക്ഷണം ഇപ്പോൾ ശക്തമാക്കിയിട്ടുണ്ട്. അവിടെ തീരത്ത് കടലിൽ സാധ്യതയൊക്കെ ഇതുവരെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുവരെ കടലാക്രമണമൊന്നും നമ്മളിത് കാണാനായിട്ടില്ല. ഇതുവരെ അങ്ങനെ ഒരു പ്രക്ഷുബ്ധമായിട്ടുള്ള ഒരു സാഹചര്യമില്ല. ചെറിയ വള്ളങ്ങളൊന്നും, പരമ്പരാഗത വള്ളങ്ങളും മത്സ്യബന്ധനത്തിന് പോയിട്ടില്ല. അവിടെ ഫിഷറീസിന്റെയും മറൈൻ എൻഫോഴ്സ്മെന്റിന്റെയും കോസ്റ്റൽ പോലീസിന്റെ നേതൃത്വത്തിൽ അവിടെ നിരീക്ഷണം ശക്തമാക്കിയിട്ടുണ്ട്. ആരെങ്കിലും പോകുന്നെങ്കിൽ അവരെ തടയുകയും ചെയ്യുന്നുണ്ട്. ഇതാണ് നിലവിൽ ഇവിടെ സ്വീകരിച്ചിരിക്കുന്ന പ്രതിരോധ നടപടികൾ.